ശബരിമല യുവതീ പ്രവേശത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് അല്പസമയത്തിനകം സുപ്രീം കോടതിയെ അറിയിക്കും. യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്ന നിലപാട് സർക്കാർ പറയില്ലെന്നാണ് സൂചന. മതപണ്ഡിതർ തീരുമാനിക്കട്ടെ എന്ന വാദം സർക്കാർ ആവർത്തിക്കും. വിശ്വാസികൾക്കൊപ്പം എന്ന പാർട്ടി നിലപാടും സർക്കാർ നിലപാടും ഒന്നുതന്നെയാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാർ തെറ്റുതിരുത്തിയെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും ഒപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയായിരിക്കണം അത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതെന്നുള്ള അഭിപ്രായം 2007 സുപ്രീം കോടതി മുമ്പാകെ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കും. എല്ലാ കാലത്തും വിശ്വാസികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിലപാടായിരിക്കും ഗവൺമെൻറ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും പറയും. അല്ല, മറ്റേ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച കാര്യവും പറയും. ഇല്ല, നിലപാട് ഞങ്ങൾക്ക് ഇത് മുമ്പ് 2007 കൊടുത്തിട്ടുള്ളതല്ലേ. വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പക്ഷെ കോടതി പറയുമ്പോൾ എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് എന്ത് വില, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഇടതുപക്ഷ മുന്നണി U-turn അടിച്ചു എന്നല്ല. ഇടതുപക്ഷ മുന്നണി കോടതി വിധി വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ജനങ്ങളുടെ വികാരം മറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണി അത് തിരുത്തി. എന്നും CPM-ഉം LDF-ഉം തെറ്റുതിരുത്തിയിട്ടില്ലേ? തെറ്റുതിരുത്താത്ത പാർട്ടിയാണ്. തെറ്റുതിരുത്തലാണ്, തെറ്റാണ് നമുക്ക് ചെയ്തത്. നമ്മുടെ നിലപാട് ജനങ്ങൾക്ക് അനുകൂലമല്ല, ജനങ്ങളുടെ വിശ്വാസം അതല്ല. അവരോടൊപ്പം, ജനങ്ങളോടൊപ്പം, LDF ജനങ്ങളോടൊപ്പം. ഇലക്ഷൻ ഒന്നുമല്ലല്ലോ. ഇതിനു മുമ്പേ എന്താ നിലപാട്? NSS തന്നെ പറഞ്ഞല്ലോ പിണറായി വിജയന്റെ നിലപാട് ശരിയാണ്, അവരുടെ നിലപാടുകൾ മാറിയിരിക്കുന്നു. ശബരിമലയിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ LDF-ന് പിന്തുണ കൊടുക്കുന്നതാണ് G. സുകുമാരൻ നായർ സാർ പറഞ്ഞാണോ? ശബരിമല യുവതീ പ്രവേശനത്തിൽ UDF നിലപാടിലേക്ക് സർക്കാർ എത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ദേവസ്വം മന്ത്രി പ്രതിപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. പ്രതിപക്ഷം വല്ല തെറ്റും ചെയ്ത ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് ഗവൺമെന്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിന് പ്രതിപക്ഷം ഭയങ്കര കുഴപ്പമാണെന്ന് പറയാണ്. കോടതിയിലൊക്കെ തോറ്റുപോയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് രണ്ടാമത് അവിടെ വലിയ കളവ് നടത്താൻ ശ്രമിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കോടതി പരാമർശം. പിണറായി വിജയനും കൂട്ടരും ഓടുകയാണ്, പഴയ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയാണ്. ആ ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളക്കില്ല, അത്ര വലിയ ഓട്ടമാണ് ഓടുന്നത്. ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബ്രാഹ്മണ അസോസിയേഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. യാക്കോബായ സഭാ വിശ്വാസികളും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കഴിഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അച്യുതൻ, ഇതുവരെയും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് കോടതിയിൽ എത്തുമെന്നും അറിയുന്നു. അതോടൊപ്പം തന്നെ ആ നിലപാട് എന്താണ് ഔദ്യോഗികമായിട്ട് അത് അറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇത് സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്നത് പോലെ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന CPM നിലപാട് തന്നെയാണ് അവിടെയും പറയാൻ. അതോടൊപ്പം തന്നെ ഈ മതപണ്ഡിതർ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ എന്ന നിലപാട് സർക്കാർ കോടതി അറിയിക്കുമെന്നാണ്. എന്താണ് വിശദാംശങ്ങൾ? പ്രജിന്, ഈ ശബരിമല യുവതി പ്രവേശനത്തിൽ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വാദങ്ങൾ എഴുതി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട 7 ഭരണഘടനാ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം സംസ്ഥാന സർക്കാർ ആ വാദങ്ങളിലൂടെ നൽകും. ഒപ്പം തന്നെ പുതിയ നിലപാട് എന്താണ് എന്ന കാര്യം കൂടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. ഇതിനു മുൻപ് സർക്കാർ സ്വീകരിച്ചിരുന്നത് ശബരിമലയിൽ ആരെയും വിലക്കരുത് എന്നൊരു നിലപാടായിരുന്നു. പക്ഷേ ആ നിലപാട് അത് മയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ നിലപാട് പരാമർശിക്കാതെ മറിച്ച് ഈ മതപണ്ഡിതരായിട്ടുള്ള ആ മതപണ്ഡിതർ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് ആവർത്തിക്കാനാണ് സർക്കാരും ഒരുങ്ങുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ എഴുതിയ വാദം അത് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് ഡൽഹിയിൽ തുടരുകയാണ്. ഈ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അതിനിടയിലാണ് ഈ ഓൾ കേരള ബ്രാഹ്മണ അസോസിയേഷനും യുവതി പ്രവേശനം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സത്യവാങ്മൂലം ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രതിഷ്ഠയുടെ പരിശുദ്ധി സംരക്ഷിക്കാനുള്ള ഭക്തരുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടണം എന്നും ഈ ഒരു സത്യവാങ്മൂലത്തിൽ പറയുന്നു. യാക്കോബായ സഭാ വിശ്വാസികളും ഈ ഭരണഘടനാ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്. കേസിലെ വിധി മലങ്കര സഭാ തർക്കത്തിലും ബാധകമാകും എന്നാണ് യാക്കോബായ സഭാ വിശ്വാസികൾ അവരുടെ വാദങ്ങളിൽ മുൻനിർത്തി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഡൽഹിയിലെ NSS
കൂടി ഇതിലൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഒടുവിലായി ഫയൽ ചെയ്യുകയുണ്ടായി. അതിൽ ഒഴിവാക്കാനാവാത്ത മതാചാരം തീരുമാനിക്കേണ്ടത് ആ മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നതാണ് ഡൽഹിയിലെ NSS ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്ന നിലപാട്. അങ്ങനെ വിവിധ കക്ഷികൾ ഇതിനോടകം തന്നെ അവരുടെ മറുപടികളും മാത്രമല്ല നിലപാടുകളും വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്, ഈ എഴുതി നൽകിയ വാദം അതുമായി ബന്ധപ്പെട്ടത് എപ്പോൾ സമർപ്പിക്കുമെന്ന കാര്യത്തിലാണ്. എന്തായാലും അത് ഉടൻ തന്നെ അതുണ്ടാകും എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പ്രജിൻ, യെസ്, ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ സർക്കാർ നിലപാട് സുപ്രീം കോടതിയിലെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.